അമേരിക്ക വൻ നാശത്തിലേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ജീവൻ അപകടത്തിലാക്കുന്നതും വിനാശകരവുമായ വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും മിഡ്വെസ്റ്റ് പ്രദേശങ്ങളെയും തെക്കൻ ഭാഗങ്ങളെയും ദുരിതത്തിലാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ തുടർന്ന് ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 7 ഉയരുകയും ചെയ്തു. ടെന്നസയിൽ 5 മരണങ്ങളും മിസോറിയിലെ കേപ്പ് ഗിരാഡ്ക്യൂ കൗണ്ടിയിലെയും ഇന്ത്യാനയിലെയും ഓരോ മരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. മിസിസിപ്പിയിൽ 6 പേർ പരിക്കേൽക്കുകയും ചെയ്തു. കുറഞ്ഞത് 60 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി സംസ്ഥാന അടിയന്തര മാനേജ്മെന്റ് ഏജൻസി നിലവിൽ അറിയിച്ചിട്ടുണ്ട്. മിസിസിപ്പിയിൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മിസിസിപ്പി അടിയന്തര മാനേജ്മെന്റ് ഏജൻസി വെളിപ്പെടുത്തി. ടെന്നസയിലെ മെംഫിന് അതിർത്തിക്കപ്പുറത്ത് സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗത്തുള്ള മാർഷൽ കൗണ്ടിയിൽ 40 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഏജൻസി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ടെയിന്റ്, ടിപ്പ, ബോളിവർ കൗണ്ടികളിലും വീടുകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ബെറ്റൺ കൗണ്ടിയിലെ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലുകൾ ഇപ്പോഴും കാര്യമായി തുടരുകയാണ്. മിഡ്വെസ്റ്റിലും തെക്കൻ പ്രദേശങ്ങളിലും മോശം കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അർക്കൻസസ്, ഇല്ലിനോയിസ്, കെൻറ്റക്കി, മിസിസിപ്പി, മിസോറി, ടെന്നസി എന്നിവിടങ്ങളിൽ കൊടുങ്കാറ്റ് പ്രവചന കേന്ദ്രം ലെവൽ 5 മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഒന്നിലധികം ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമെന്ന പ്രവചനവും നിലനിന്നിരുന്നു. ഈ 6 സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർ അപകടകരമായ കാറ്റിനും വെള്ളപ്പൊക്കം നേരിടാനും തയ്യാറാകണമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥയായിരിക്കും തുടരുക. ചുഴലിക്കാറ്റുകൾ കാരണം കെൻറ്റക്കി ഗവർണർ ആൻഡി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മിഡ്വെസ്റ്റ് മുതൽ മിഡ് സൗത്ത് വരെയുള്ള യുഎസിലെ വലിയൊരു ഭാഗത്ത് കടുത്ത കാലാവസ്ഥ നാശം വിതച്ചതിനാൽ 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കെട്ടിടങ്ങൾ തകർന്നതായും അതുപോലെ വാഹനങ്ങൾ മറിഞ്ഞു വീണതായും മരങ്ങൾ കടപുഴകിയതായും വ്യാപകമായ റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, രാജ്യത്തുടനീളമുള്ള 24,700-ലധികം ഊർജ്ജ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ഇല്ല എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാരാന്ത്യത്തിൽ 10 മുതൽ 15 ഇഞ്ച് വരെ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം അമേരിക്കയിൽ കലിയടങ്ങാതെ തുടരുകയാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ. ഈ സാഹചര്യത്തിനിടയിൽ മഴയ്ക്കും വിനാശകരമായ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ശക്തമായ ഒരു കൊടുങ്കാറ്റും അമേരിക്കൻ ഐക്യനാടുകളുടെ മധ്യഭാഗത്തേക്ക് എത്തുന്നതായുള്ള CNN റിപ്പോർട്ടും പുറത്തുവരികയുണ്ടായി. അതുകൊണ്ട് ജാഗ്രതയിലാണ് അമേരിക്ക ഇപ്പോൾ മുഴുവൻ. ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് മിഡ്വെസ്റ്റ്, ഗ്രേറ്റ് പ്ലെയിൻസ് മേഖലകളിൽ നിന്ന് കരയിലേക്ക് എത്തുമെന്നും മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. ശക്തമായ മഴയ്ക്കും പെട്ടെന്നുള്ള കനത്ത വെള്ളപ്പൊക്കത്തിനുമുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദുരിതബാധിത പ്രദേശങ്ങൾക്ക് നിരവധി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. മഴയുടെയും വിനാശകരമായ വെള്ളപ്പൊക്കത്തിന്റെയും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമുള്ള നിർദ്ദേശവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയെ സാധാരണമായി വലിക്കുന്ന ടൊർണാഡോ ചുഴലിക്കാറ്റുകൾ സാധാരണയായി ഏപ്രിൽ, മെയ് മാസങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് മാർച്ച് 3-ന് തീരം തൊട്ടിരുന്നു. കൂടാതെ 100-ലധികം കുടുംബങ്ങളെ ഇതിനോടകം തന്നെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2024-ൽ 54 പേരുടെ മരണത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ഇത്തവണ അതിലും ഭയാനകമായിരിക്കുമെന്ന മുന്നറിയിപ്പുകളിൽ പറയുന്നുമുണ്ട്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വർഷാവർഷം അമേരിക്കയിൽ പതിവായ പ്രകൃതി പ്രതിഭാസങ്ങളാണ്. ചുഴലിക്കാറ്റുകൾ മുതൽ കാട്ടുതീ വരെയും വെള്ളപ്പൊക്കം മുതൽ വരൾച്ച വരെയും രാജ്യം നിരന്തരം പ്രകൃതിയുടെ കോപത്തെ കൂടുതലും അഭിമുഖീകരിക്കുകയാണ്. സമൂഹങ്ങളിലും സമ്പദ് വ്യവസ്ഥകളിലും പരിസ്ഥിതികളിലും ചെലുത്തുന്ന വിനാശകരമായ ആഘാതത്തിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്തങ്ങളെല്ലാം എന്നും പറയുവാൻ കഴിയും. പ്രത്യേകിച്ച് ചുഴലിക്കാറ്റുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എല്ലാം തന്നെ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചുഴലിക്കാറ്റുകൾ ആവർത്തിച്ചുള്ള അവരുടെ ഒരു പേടി സ്വപ്നമാണ്. 2024 ചുഴലിക്കാറ്റ് സീസൺ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സജീവവുമാണ്. നിരവധി ശക്തമായ കൊടുങ്കാറ്റുകൾ കരയിലേക്ക് പതിക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. 2025-ലെ ചുഴലിക്കാറ്റ് സീസണിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വർഷം വ്യത്യസ്തമായിരിക്കില്ല എന്നാണ്. ഇതുവരെയുള്ള സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ വരാനിരിക്കുന്നത് കൂടുതൽ വലിയ വിപത്തുകളുമാണ്. അമേരിക്ക എന്ന രാജ്യം പൊതുവെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ അനുഭവപ്പെടുമെന്നും കാട്ടുതീ, ജലക്ഷാമം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം ലഘൂകരിക്കാൻ ദുരന്ത തയ്യാറെടുപ്പിലും പ്രതിരോധ ശേഷിയിലും അമേരിക്കൻ സർക്കാർ കൂടുതലും നിക്ഷേപം നടത്തേണ്ടതും ആവശ്യമായൊരു കാര്യമാണ്. ഇതിൽ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, അടിയന്തര പ്രതികരണ ആസൂത്രണം, അടിസ്ഥാന സൗകര്യ പ്രതിരോധ ശേഷി എന്നിവയെല്ലാം വലിയ രീതിയിൽ ഉൾപ്പെടുന്നുമുണ്ട്. കൂടാതെ പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പിന്തുണയും ആവശ്യമുണ്ട്. ഇതിൽ അടിയന്തര സഹായം നൽകൽ, പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കൽ, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ എന്നീ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്.